പക്ഷേ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച കാര്യങ്ങൾ, പരിശുദ്ധാത്മാവ് ആരാണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. വി ലേൺ ദാറ്റ് ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് എ പവർ ബട്ട് പേഴ്സൺ. ഒരു ശക്തി മാത്രമല്ല, പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്. ഈ പരിശുദ്ധാത്മാവ് ദൈവമാണ്. അതുപോലെ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയിരിക്കുന്നത് നമ്മുടെ സഹായിയായിട്ടാണ്. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവ് ഇല്ലാതെ നമുക്ക് സഹായമില്ല. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഓർക്കുക. അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു കാര്യം എൻ്റെ ജീവിതത്തിലാണെങ്കിൽ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അനേകം കാര്യങ്ങൾ ചെയ്ത് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അവസരം കിട്ടിയാൽ നമുക്ക് ഷെയർ ചെയ്യാൻ സമയം കിട്ടത്തില്ല, അത്രമാത്രം കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ ജീവിതത്തിലാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഷെയർ ചെയ്യാം. ഞാൻ ആദ്യം 1991 ചർച്ചിൽ വരുന്ന സമയത്ത് ബൈബിൾ സ്റ്റഡി എല്ലാം ചെയ്തെങ്കിലും അവർ എന്നെ സ്നാനപ്പെടുത്താൻ തയ്യാറായില്ല. കാരണം ഞാൻ ആരോടും സംസാരിക്കുന്നില്ലായിരുന്നു. കാരണം ഞാൻ വളരെ ഭയത്തോടും വളരെ ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരു മനുഷ്യനോട് പോലും മിണ്ടാൻ വളരെ ഭയമുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ ആ സമയത്താണെങ്കിലും അവരെന്നോട് പറഞ്ഞു, 2 ആൾക്കാരോട് ഒരു മീറ്റിങ്ങിൽ സംസാരിച്ചാൽ സ്നാനം തരാമെന്ന് പറഞ്ഞു. പക്ഷെ അത് നടന്നില്ല. അത്രമാത്രം ബലഹീനായിരുന്നു ഞാൻ. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നിൽ വന്നതിനാൽ ഇപ്പം നോക്കിയാൽ എത്രമാത്രം മാറ്റം വരാനായിട്ട് സാധിച്ചു. ഇപ്പം എനിക്കുള്ള കോൺഫിഡൻസോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വല്ല അറിവിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ ഒന്നും കൊണ്ടല്ല, പരിശുദ്ധാത്മാവിനാൽ ലഭിച്ച കോൺഫിഡൻസും എല്ലാമാണ്. അതുപോലെ മറ്റൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ അതായത് ഫസ്റ്റ് പ്രീ ഡിഗ്രി, അതായത് ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ +1 പഠിക്കുന്ന സമയത്ത് എനിക്കൊരു വലിയ വൈറൽ ഫീവർ വന്ന് എൻ്റെ ബ്രെയിനിനെ ബാധിച്ചു. അപ്പോൾ ആ സമയത്ത് പരീക്ഷയൊന്നും എഴുതാനായിട്ട് പറ്റിയില്ല. അതുപോലെ 1-2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, എനിക്ക് ഇമാജിനേഷൻ ചെയ്യാനുള്ള ശക്തി നഷ്ടപ്പെട്ടു. സ്വപ്നം കാണാത്ത ഇതായി. അതുപോലെ തന്നെ ഓർമ്മ ഇല്ലാത്ത അവസ്ഥയായി. അതിനു മുമ്പ് നല്ല ഓർമ്മയുണ്ടായിരുന്നു, പക്ഷേ വളരെയധികം ഓർമ്മ കുറവുണ്ടായി. ഞാനാണെങ്കിലും അത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആവർത്തിച്ചു, അങ്ങനെ ഒരു പനി. പിന്നീട് ജോലിക്ക് കയറിയപ്പോഴാണെങ്കിലും പല കാര്യങ്ങളും ഞാൻ പെട്ടെന്ന് മറന്നു പോകുമായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ഒരു നോട്ട്ബുക്ക് വെച്ച് എല്ലാ കാര്യങ്ങളും എഴുതി വെക്കാതെ ഒരു കാര്യം ഓർത്തിരിക്കാൻ പറ്റില്ലായിരുന്നു. ചിലപ്പോഴാണെങ്കിൽ ആൾക്കാർ എൻ്റെ പേര് ചോദിച്ചാൽ പോലും ചിലപ്പോൾ അല്പസമയം എടുക്കും പേര് പറയാൻ തന്നെ. അത്രമാത്രം ഓർമ്മയില്ലാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ ചർച്ചിൽ വന്ന ഒരു ശിഷ്യനായത്. അപ്പം ഒരു കാര്യം ഞാൻ കണ്ടത്, തീർച്ചയായിട്ടും നമ്മൾ ഒരു ശിഷ്യൻ വെച്ചാൽ മറ്റുള്ളവരെ ശിഷ്യരാക്കണം. അപ്പോൾ സഭയിൽ നോക്കിയാൽ എന്നെ പഠിപ്പിച്ച ആൾക്കാരോടൊക്കെ ആണെങ്കിൽ എന്ത് ചോദ്യം ചോദിച്ചാലും ഏത് കാര്യത്തിനും അപ്പം തന്നെ അവർ ബൈബിളിൽ നിന്നൊരു വചനം എടുത്ത് കാണിക്കാനായിട്ട് അവർക്ക് കഴിവ് ദൈവം കൊടുത്തിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു, ഇനി ഞാനിങ്ങനെ ശിഷ്യനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ കൊണ്ട് ഇതുപോലെ ഒന്നും പറ്റത്തില്ലല്ലോ, ഒരു അറിവും ഇല്ലല്ലോ, ഒരു ഓർമ്മയും എനിക്കില്ലല്ലോ. ഞാൻ ബൈബിൾ വചനങ്ങളൊക്കെ മനഃപ്പാടമാക്കാനൊക്കെ ശ്രമിച്ചിട്ടും നടക്കുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ആ സമയത്താണ് എൻ്റെ മറ്റ് ബ്രദേഴ്സൊക്കെ എന്നെ ഓർമ്മിപ്പിച്ചു, നീ പഴയ വ്യക്തിയല്ല, പുതിയ വ്യക്തിയാണ്, വീണ്ടും ജനിച്ച വ്യക്തിയാണ്, പരിശുദ്ധാത്മാവിനാൽ ജനിച്ച വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ് നിന്നിലുണ്ട്, പരിശുദ്ധാത്മാവിനാൽ എല്ലാം സാധ്യമാണ്, പരിശുദ്ധാത്മാവാണ് നമുക്ക് ജ്ഞാനവും ബുദ്ധിയും എല്ലാം നൽകുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് പ്രാർത്ഥിക്കാനിടയായി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ഗാഡ് ഗോസ്പൽ ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം 100 വചനങ്ങൾ മനഃപ്പാടമാക്കേണ്ടതുണ്ടായിരുന്നു അവ ക്ലാസ്സിൽ. അപ്പോൾ 1 മാസം കൊണ്ട് 100 വചനങ്ങൾ മനഃപ്പാടമാക്കാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. അപ്പോൾ അതിനുശേഷം ആൾക്കാരെ സ്റ്റഡി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണെങ്കിലും ആര് എന്ത് ചോദിച്ചാലും എനിക്കറിയത്തില്ല. ഞാൻ ബൈബിൾ ആദ്യമായിട്ടാണ് വായിക്കുന്നത്. കാത്തലിക് ഫാമിലിയിലായിരുന്നു, നമുക്ക് ബൈബിളൊന്നും വായിച്ചിട്ടില്ല. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ വചനങ്ങൾ ഓർക്കാനും, പഠിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ പോലും പെട്ടെന്ന് അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെയും ആ കഴിവൊന്നും മനുഷ്യനാൽ ഉണ്ടായതല്ല, പരിശുദ്ധാത്മാവിനാൽ ലഭിച്ചതാണെന്ന് എനിക്ക് സാക്ഷ്യപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമുക്ക് എല്ലാവർക്കും അനേകം കാര്യങ്ങൾ, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ഒരു ചാലഞ്ച് എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമ്മൾ ഒരിക്കലും വിചാരിച്ചാൽ പോലും നടക്കാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ചെയ്യാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഓരോരുത്തരെയും ആ കാര്യത്തിൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവ് ദൈവമാണ്, അതുപോലെ പരിശുദ്ധാത്മാവുടെ സഹായിയാണ്. ആ കാര്യങ്ങളാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്നുള്ളതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആമേൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമുക്ക് 2 രീതിയിൽ ജീവിക്കാൻ പറ്റും. ഒന്ന്, ആത്മാവിൻ്റെ കൺട്രോളിൽ അല്ലെങ്കിൽ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജഡത്തിൻ്റെ കൺട്രോളിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ റോമർ 8-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു,
The mind governed by the flesh is death, but the mind governed by the spirit is life and peace. Amen. ദൈവാത്മാവ് ഭരിക്കുന്ന മനസ്സ് ജീവനിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നു. പാപപ്രവണത ഭരിക്കുന്ന മനസ്സോ മരണകാരണമാകുന്നു. Amen. അപ്പോൾ ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ട് രീതിയിലേ നമുക്ക് ജീവിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്ന് റൂൾ ബൈ ദ ഫ്ലഷ്, അതായത് ജഡത്താൽ ഭരിക്കപ്പെടുന്ന ഒരു ജീവിതം, അല്ലെങ്കിൽ ആത്മാവിനാൽ ഭരിക്കപ്പെടുന്ന ഒരു ജീവിതം. ആമേൻ. അപ്പോൾ നമ്മുടെ മനസ്സിനെ ഭരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാരണം നമ്മുടെ മനസ്സ് ഏത് രീതിയിലാണോ ആ രീതിയിലാണ് നമ്മുടെ സ്വഭാവവും പ്രവൃത്തികളും എല്ലാം രൂപപ്പെടുന്നത്. ആമേൻ. അപ്പം അടുത്തൊരു കാര്യം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം, വാട്ട് റൂൾസ് അവർ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ്? എന്താണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്, എന്താണ് നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കും. പരിശുദ്ധാത്മാവാണോ ജഡമാണോ എന്നുള്ളതാണ്. ആമേൻ. ഈ രണ്ട് ഓപ്ഷൻസ് നമുക്കുള്ളൂ. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ഭരിക്കുന്ന ഒരു മനസ്സാണ് നമുക്ക് ഉണ്ടാവേണ്ടതെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ മനസ്സ് ആത്മാവിനാൽ ഭരിക്കപ്പെടുകയാണെങ്കിൽ എന്ത് ഫലം ഉണ്ടാവും? നമുക്ക് ജീവനും സമാധാനവും ഉണ്ട്. അതെങ്ങനെയുള്ള അങ്ങനത്തെ ഒരു ജീവിതം ഉണ്ടായാൽ നമ്മുടെ എങ്ങനെയുള്ള ഒരു ജീവിതമായിരിക്കും? അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദാറ്റ് വിൽ ബി എ ലൈഫ് ലൈക്ക് ദാറ്റ് ഓഫ് ജീസസ്. യേശുവിനെ പോലെയുള്ള ഒരു ജീവിതം ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ആമേൻ. അപ്പോൾ നമ്മുടെ മനസ്സിന് ആത്മാവിനാൽ ഭരിക്കപ്പെട്ടാൽ നമുക്ക് യേശുവിനെ പോലെ ആയിത്തീരാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. ആമേൻ. അപ്പൊ അതുപോലെ തന്നെ യോഹന്നാൻ 10-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ യേശു ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. I have come that they may have life and have it to the full. അതായത് യേശു പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ലഭിക്കാൻ, അതുപോലെ തന്നെ സമൃദ്ധമായ ജീവൻ ലഭിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് യേശു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പം യേശു വന്നിരിക്കുന്നത് നമുക്ക്, യേശു ജീവിച്ച കാര്യം നമുക്കറിയാം. എത്രയോ സമാധാനത്തോട് സന്തോഷത്തോട് ഉത്സാഹത്തോടു കൂടിയാണ് യേശു ജീവിച്ചത്. Even he went to the cross also with the joy that was set before him. And we know that Jesus was filled with peace. അപ്പോൾ എല്ലാ സമയത്തും യേശു സമാധാനത്താൽ നിറഞ്ഞവനായിരുന്നു. ആ ഒരു ജീവിതമാണ് നമുക്കും ദൈവം നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവിതത്തെ ഭരിക്കപ്പെട്ടാൽ, നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവ് ഭരിച്ചാൽ നമുക്ക് ജീവനും സമാധാനവും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആമേൻ. അപ്പോൾ അതാണ്. അതുപോലെ യോഹന്നാൻ 14-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നയാളും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിലും മഹത്തായ പ്രവൃത്തികൾ അയാൾ ചെയ്യും. ആമേൻ. അപ്പൊ ഇത് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇത് എങ്ങനെ സാധിക്കും? നമ്മൾ ഒരു മനുഷ്യനാൽ ഇത് അസാധ്യമാണ്. യേശു ചെയ്ത കാര്യങ്ങൾ യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളത് ഒരു മനുഷ്യനും സാധിക്കുന്ന കാര്യമല്ല. പക്ഷെ അതുകൊണ്ടാണ് യേശു പോകുന്ന സമയത്ത് നമുക്ക് വാഗ്ദാനം നൽകി he will send the Holy Spirit and they will be empowered to do all the great things. അതായത് യേശു ദൈവത്തിലേക്ക് തിരികെ പോകുമ്പോൾ, ഈ ലോകം വിട്ടു പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ അയക്കും. അതുകൊണ്ട് അമാനുഷികമായ കാര്യങ്ങൾ, മനുഷ്യനാൽ അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ തരം വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കെല്ലാം യേശു ചെയ്തതും അതിലുപരിയുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ ഫലത്തെക്കുറിച്ച് കുറച്ച് പഠിക്കാം. നമുക്ക് ആദ്യം നമ്മൾ ഓർമ്മ വരുന്ന ഒരു കാര്യം യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിലാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് പഠിച്ചിട്ട് വരണമെന്ന്. ഇതിൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ 1 മുതൽ 8 വരെയുള്ള വാക്യം, യോഹന്നാൻ 15. ഞാനാകുന്നു യഥാർത്ഥ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് കർഷകനും. ഫലം കായ്ക്കാത്തതായി എന്നിലുള്ള ശാഖകളെല്ലാം അവിടുന്ന് മുറിച്ചു കളയുന്നു. കായ്ക്കുന്നവയാകട്ടെ അധികം ഫലം കായ്ക്കേണ്ടതിന് വെട്ടിയൊരുക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളാൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. എന്നിൽ വസിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ വസിക്കാത്ത കൊമ്പിന് ഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കാതെ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല. ഒരാൾ എന്നിലും ഞാൻ അയാളിലും വസിക്കുന്നുവെങ്കിൽ അയാൾ ധാരാളം ഫലം കായ്ക്കും. എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങൾ എന്നിൽ വസിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ പുറത്തെറിഞ്ഞു കളയപ്പെട്ട ഒരു കൊമ്പ് പോലെ ഉണങ്ങിപ്പോവും. അങ്ങനെയുള്ളവ മനുഷ്യർ പെറുക്കിയെടുത്ത് തീയിലിട്ട് കത്തിച്ചു കളയും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തും അപേക്ഷിക്കുക, അത് നിങ്ങൾക്ക് ലഭിക്കും. ധാരാളം ഫലം കായ്ക്കുന്നതിനാൽ നിങ്ങൾ എൻ്റെ ശിഷ്യർ എന്ന് വ്യക്തമാകും. അതിലൂടെ എൻ്റെ പിതാവ് മഹത്വപ്പെടുകയും ചെയ്യും.
ആമേൻ. അപ്പൊ ഇതൊരു വളരെ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് യേശു പറഞ്ഞത്. ഇവിടെ ഫലം എന്നുള്ളതിനെ കുറിച്ച് ഡഗ്ലസ് ജാക്കബിയുടെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ, ദ ഫ്രൂട്ട് യൂസ്ഡ് ഹിയർ ആസ് എ സിനോണിം ഫോർ റിസൾട്ട്. അതായത് നമ്മളെ ഒരു യേശുവിൽ ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഫലം, അതായത് അതിൻ്റെ റിസൾട്ടാണ് ഇവിടെ കനി അല്ലെങ്കിൽ ഫലം എന്ന് പറയാനായിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ഈ ഫലം എന്നുള്ളതിനെ കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് പല പല സ്ഥലങ്ങളിലും ഈ ഫലം എന്താണ് ഫലം എന്നുള്ള രീതിയിൽ പല രീതിയിലും ഇതിൽ ബൈബിളിൽ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ലൂക്കായുടെ 3-ാമത്തെ അധ്യായത്തിൽ 8-9 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പ്രൊഡ്യൂസ് ഫ്രൂട്ട് ഇൻ കീപ്പിംഗ് വിത്ത് റിപ്പൻറ്റൻസ്. അതായത് സ്നാപക പറഞ്ഞ കാര്യമാണ്, മാനസാന്തരത്തിന് അനുയോജ്യമായ ഫലം പുറപ്പെടുവിക്കുക എന്ന്. ഓക്കെ, സോ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരാൾ മാനസാന്തരപ്പെട്ടാൽ അയാളുടെ ജീവിത രീതിയും സ്വഭാവവും എല്ലാം മാറും. ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് നമ്മൾ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് നമ്മൾ വ്യാജം പറയുകയോ അല്ലെങ്കിൽ കള്ളം പറയുകയോ അല്ലെങ്കിൽ പല ദുസ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ സ്നേഹത്തിന് പകരം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നത് വിരോധവും വെറുപ്പും വിദ്വേഷവും ഒക്കെ ആയിരുന്നിരിക്കാം. പക്ഷേ മാനസാന്തരപ്പെടുമ്പോൾ എന്ത് ഫലമാണ് ഉണ്ടാകുന്നത്? പിന്നെ നേരെ തിരിച്ച് വെറുപ്പിന് പകരം സ്നേഹം നിറഞ്ഞവരായിത്തീരുന്നു. അതുപോലെ വ്യാജം പറഞ്ഞവർ സത്യം പറയുന്നവരായിത്തീരുന്നു. അതുപോലെ അത്രമാത്രം മാറ്റം നമ്മളിൽ ഉണ്ടാകാനായിട്ട് സാധിക്കും. അതാണ് ഫലം എന്നിവിടെ ഉദ്ദേശിച്ചത്. അതുപോലെ യെശയ്യാ 3-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ടെൽ ദ റൈച്ചസ് ഇറ്റ് വിൽ ബി വെൽ വിത്ത് ദം ഫോർ ദേ വിൽ എൻജോയ് ദ ഫ്രൂട്ട് ഓഫ് ദെയർ ഡീഡ്സ്. നീതിനിഷ്ഠരോട് അതല്ലെങ്കിൽ നീതിമാന്മാരോട് നിങ്ങൾക്ക് നന്മ വരും എന്ന് പറയുക, കാരണം അവരുടെ പ്രവൃത്തികളുടെ ഫലം അവർ അനുഭവിക്കും. ആമേൻ. അപ്പൊ ഇവിടെ എല്ലാം ഫലം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരുടെ ഓരോ കാര്യം, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ മത്തായി 7-ാമത്തെ അധ്യായത്തിൽ 15 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ നമ്മൾ യോഹന്നാൻ 15-ലേക്ക് നമ്മൾ തിരിച്ചു വരാം. അതിന് മുമ്പ് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട്, അപ്പം മത്തായി 7-ാമത്തെ അധ്യായത്തിൽ ഒരു കാര്യം പറയുന്നു. ഇവിടെ യേശു കള്ളപ്രവാചകന്മാരെ അവരെ എങ്ങനെ തിരിച്ചറിയാം എന്ന് പറയുന്ന കാര്യത്തിൽ യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകും. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം ഒക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ആമേൻ. അപ്പൊ ഇവിടെ നോക്കി നമുക്ക് കാണാൻ സാധിക്കും, കള്ളപ്രവാചകന്മാർ അവരെങ്ങനെ വരും? അവരെ കണ്ടാൽ അവരെ ആടുകളുടെ വേഷം പൂണ്ട് അല്ലെ, അവരെ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ശിഷ്യന്മാരാണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ ശരിയായിട്ടുള്ള മക്കൾ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും അവരുടെ പുറമെ കാണുക. പക്ഷേ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. ആമേൻ. അതുപോലെ തന്നെ യേശു പറയുന്നു, നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. അപ്പോൾ അവസാനം പറഞ്ഞിരിക്കുന്ന, ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. അവരുടെ പ്രവൃത്തികളൊക്കെ വേറെ കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിരിക്കും. ഇതിൻ്റെ ബാക്കിയായിട്ടാണ് ബാക്കിയുള്ള ഭാഗത്താണ് യേശു പറയുന്നത്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരെല്ലാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല, പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവർ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കള്ളപ്രവാചകന്മാരെന്ത് ചെയ്യും? ഇവരാണെങ്കിലും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യും. അവർ യേശുവിനോട് എന്താ പറഞ്ഞത്? ഞങ്ങൾ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, പിശാചുക്കളെ പുറത്താക്കി, വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ യേശു അവരോട് പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പൊ ഈ ഒരു അവസ്ഥ വരാതിരിക്കാനായിട്ട് നമുക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. യേശുവിടെ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും എന്നാണ്. ആമേൻ. അപ്പൊ ഇവിടെ ഫലം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കാര്യം കൂടെ ഡഗ്ലസ് ജാക്കബ് എഴുതിയ ഒരു കാര്യമുണ്ട്. A good fruit is any action or quality or character that reveals God to the world and advances his purpose. അതായത് ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുകയും അവൻ്റെ ഉദ്ദേശങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന സ്വഭാവത്തിൻ്റെ ഏതൊരു പ്രവർത്തനവും ഗുണവുമാണ് നല്ല ഫലം. ആമേൻ. അപ്പൊ ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതാണ് യോഹന്നാൻ 15 ഒരു വീണ്ടും നമുക്ക് ഒന്നുകൂടെ വായിക്കാം. യേശു പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ അതിൻ്റെ ശാഖകളുമാകുന്നു. ഒരാൾ എന്നിലും ഞാൻ അയാളിലും വസിക്കുന്നുവെങ്കിൽ അയാൾ ധാരാളം ഫലം കായ്ക്കും.
എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങൾ എന്നിൽ വസിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ എറിഞ്ഞു കളയപ്പെട്ട ഒരു കൊമ്പ് പോലെ ഉണങ്ങിപ്പോകും. അങ്ങനെയുള്ളവ മനുഷ്യർ പെറുക്കിയെടുത്ത് തീയിലിട്ട് കത്തിച്ച് കളയും. ആമേൻ. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, യേശുവാണ് മുന്തിരിവള്ളി, നമ്മൾ അതിൻ്റെ ശാഖകളാകുന്നു. ഒരാൾ ശിഷ്യനായാൽ, അതുപോലെ തന്നെ യേശുവിൽ വസിക്കുന്നെങ്കിൽ അയാൾ ധാരാളം ഫലം കായ്ക്കും. ഇതൊരു വാഗ്ദാനമാണ്. ആമേൻ. അപ്പോൾ വേറൊരു കാര്യം കൂടെ യേശു പറയുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ആമേൻ. അപ്പം നമ്മൾ സ്വന്തം ശക്തിയോടുകൂടി എന്തെങ്കിലും ചെയ്താൽ, എന്തെങ്കിലും ശ്രമിച്ചാൽ, നമ്മൾ ഒരു കാരണവശാലും നമുക്ക് യേശുവിനെ പോലെ ആയിത്തീരാനോ ആ സ്വഭാവമോ ഗുണങ്ങളോ ഒന്നും നമ്മളിൽ ഉണ്ടാകാനായിട്ട് സാധ്യമല്ല. അതിനുവേണ്ടി നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ ശ്രമം വ്യർത്ഥമായി തീരും. കാരണം നമ്മൾ യേശുവിൽ വസിച്ചാൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. യേശുവിനാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അതിൽ തുടർന്ന് പറയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തും അപേക്ഷിക്കാതെ നിങ്ങൾക്ക് ലഭിക്കും. 8-ാമത്തെ വാക്യം പറയുന്നു, ധാരാളം ഫലം കായ്ക്കുന്നതിനാൽ നിങ്ങൾ എൻ്റെ ശിഷ്യർ എന്ന് വ്യക്തമാകും, അതിലൂടെ എൻ്റെ പിതാവ് മഹത്വപ്പെടുകയും ചെയ്യും. ആമേൻ. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ രീതിയിൽ യേശുവിൽ വസിക്കുന്നത് വഴിയായിട്ട്, യേശുവാകുന്ന മുന്തിരിവള്ളിയിൽ ഒരു ശാഖയായിട്ട് നമ്മൾ യേശുവിനോട് പറ്റിച്ചേർന്നിരിക്കുമ്പോൾ യേശു ചെയ്യുന്ന പ്രവർത്തനമാണ് നമ്മളിൽ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളത്. നമ്മുടെ പണിയല്ല, യേശുവിൻ്റെ പ്രവൃത്തിയാണ്. ആമേൻ. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതാരുടെ നമ്മുടെ മഹിമയ്ക്ക് വേണ്ടിയോ മഹത്വത്തിന് വേണ്ടിയിട്ടോ നമുക്ക് നല്ല പേരോ സൽപ്പേര് കിട്ടാൻ വേണ്ടിയിട്ടല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ പിതാവ് അതിലൂടെ മഹത്വപ്പെടും. ഇതെല്ലാം പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഇവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രവൃത്തി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഇത് ചെയ്യുന്നു. പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ യേശുവാകുന്ന മുന്തിരിവള്ളിയിൽ ശാഖകളായി പറ്റിച്ചേർന്നിരിക്കണം. അപ്പോഴെന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് യേശുവിലൂടെ നമ്മളിൽ ഈ പറഞ്ഞ ഫലങ്ങളെല്ലാം കായ്ക്കാൻ ഇടയാകുക. ആമേൻ. അപ്പോൾ 1-2 കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ കാര്യം, യേശുവിടെ ഫലം കായ്ക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടോ? ഫലം പുറപ്പെടുവിക്കാൻ നമ്മളോട് യേശു കൽപ്പിച്ചിട്ടില്ല. നേരെ തിരിച്ച് എന്താണ് കൽപ്പന? ഇവിടെ ഒരേ ഒരു കൽപ്പനയേ ഉള്ളൂ, റിമെയിൻ ഇൻ മീ, അല്ലെങ്കിൽ എന്നിൽ വസിച്ചു കൊണ്ടിരിക്കുക. ഈ ഒരൊറ്റ കൽപ്പനയേ ഉള്ളൂ. ഈ കൽപ്പന പാലിച്ചാൽ അതിൻ്റെ ഫലമായിട്ടാണ് എന്താണ് ഒരു വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. എന്നിൽ വസിച്ചാൽ അതിന് പറഞ്ഞതിന് ശേഷം വാഗ്ദാനമാണ്, യു വിൽ ബെയർ മച്ച് ഫ്രൂട്ട്. ആ കൽപ്പന അനുസരിച്ചാൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾ ധാരാളം ഫലം കായ്ക്കും. നമുക്കറിയാം, യേശു നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനവും തെറ്റിച്ചിട്ടില്ല. അത്ര വിശ്വസ്തനായവനാണ് യേശു. അപ്പോൾ യേശുവിൽ പറ്റിച്ചേർന്നിരുന്നാൽ, യേശുവിൽ നിലനിന്നാൽ ഏത് വ്യക്തിയും, നമ്മൾ എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണെങ്കിലും, എത്ര ദുഷ്ടപ്രവർത്തികൾ ചെയ്ത് എത്ര വലിയ ഏത് അവസ്ഥയിൽ നിന്ന് വന്നവരാണെങ്കിലും നമ്മുടെ ജീവിതം മാറി പുതിയൊരു വ്യക്തിയായിട്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ജനിച്ചതിനാൽ, പരിശുദ്ധാത്മാവിൽ നമ്മൾ നിലകൊള്ളുന്നതിനാൽ നമ്മൾ എന്തായിത്തീരും? ഒരു പുതിയ വ്യക്തിയായിട്ട് തീരും. നമ്മുടെ സ്വഭാവം പഴയതിൽ യാതൊരു സാമ്യവും ഇല്ലാത്ത വളരെ മാറ്റങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ യേശുവിൻ്റെ സ്വഭാവത്താൽ നിറഞ്ഞവരായി തീരും. അതാണ് ഈ ഫലം എന്ന് ഉദ്ദേശിച്ചത്. ആമേൻ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ചിന്തിക്കാം, ക്യാൻ എ ബ്രാഞ്ച് പ്രൊഡ്യൂസ് ഫ്രൂട്ട്? അതായത് ഒരു ശാഖയ്ക്ക് ഫലം സ്വയം ഉണ്ടാക്കുവാൻ കഴിയുമോ? നമുക്കറിയാം, ഒരു ശാഖയ്ക്കും അത് സാധ്യമല്ല. പകരം എന്താണ്? ദ ബ്രാഞ്ച് ക്യാൻ ഓൺലി ഡു വൺ തിങ്, ഇറ്റ് ക്യാൻ റിമെയിൻ ഇൻ ദ ട്രീ, ഓൺലി ദെൻ ഇറ്റ് ക്യാൻ ബെയർ ഫ്രൂട്ട്. അല്ലേ? അപ്പം ഒരു ഫലം കായ്ക്കാൻ മാത്രം, അതിനുവേണ്ടി അതിൻ്റെ സ്വന്തം ശ്രമം കൊണ്ട് ഒരു കാലത്തും ഒരു ഫലവും കായ്ക്കാൻ ഒരു ശിഖരത്തിനും സാധ്യമല്ല. ശിഖരത്തിന് ഒരേ ഒരു കാര്യം ചെയ്യാനേ സാധിക്കത്തുള്ളൂ, മരത്തിൽ ചേർന്ന് നിൽക്കുക എന്നുള്ളത്. ആമേൻ. അപ്പം അതുപോലെ തന്നെയാണ് യേശു നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നതും. യേശുവാണ് മുന്തിരിവള്ളി, നമ്മൾ അതിന് ശാഖകളാണ്. അതുപോലെ തന്നെ ആ മുന്തിരിവള്ളിയിൽ നിന്ന് ശാഖകളിലേക്ക് വരുന്ന സ്രവം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ സാപ്പ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ വൈൻ ത്രൂ ദ ബ്രാഞ്ച് ഈസ് ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ പരിശുദ്ധാത്മാവ് യേശുവിലൂടെ നമ്മളിലേക്ക് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഫലമാണ് നമ്മൾ അനേകം ഫലം കായ്ക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് മാറി, നമ്മുടെ ജഡീയമായ സ്വഭാവം മാറി ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന സ്വഭാവത്താൽ നിറഞ്ഞവരായി നമ്മൾ തീരും എന്നുള്ളത് ഉറപ്പാണ്. അത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. പക്ഷെ അതിന് ഒരേ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്താണ് നമ്മൾ ചെയ്യുക? അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക, ശാഖ അല്ലെങ്കിൽ ഒരു ശാഖയുടെ ഉദ്ദേശം എന്താണ്?
ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, ബെയർ മച്ച് ഫ്രൂട്ട്. അല്ലെ, ഒരു ശാഖയുടെ എക്സിസ്റ്റൻസ് തന്നെ, അതിൻ്റെ നിലനിൽപ്പ് തന്നെ ഒറ്റ കാര്യത്തിലാണ്, അത് ഫലം കായ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ആ ശാഖയുടെ ഉദ്ദേശം, ലക്ഷ്യം. അപ്പൊ നമ്മൾ ഫലം കായ്ക്കാത്ത ബ്രാഞ്ചസിന് എന്ത് സംഭവിക്കും? യേശുവിനെ പറഞ്ഞിരിക്കുന്ന ഫലം കായ്ക്കാത്തത് വെട്ടി തീയിലെറിയും. അതേസമയം ഫലം കായ്ക്കുന്നതാണെങ്കിലും അത് പ്രൂൺ ചെയ്ത് അതിനെ വെട്ടി ഒതുക്കി അത് ധാരാളം ഫലം കായ്ക്കേണ്ട വിധത്തിൽ അതിനെ ഒരുക്കി തീർക്കും എന്നുള്ളതാണ്. ആമേൻ. അപ്പം നമ്മൾ ഫലം കായ്ച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് നമുക്ക് നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെ നഷ്ടമാവും. നമ്മളെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് ഓർക്കാം. ആമേൻ. സോ അപ്പോൾ ഇപ്പം നമ്മൾ കമ്മിങ് ടു ദ കൺക്ലൂഷൻ, ഹൗ ക്യാൻ ദ ബ്രാഞ്ച് ബെയർ ഫ്രൂട്ട്? അതായത് ഒരു ശിഖരത്തിന് എങ്ങനെ ഫലം കായ്ക്കാൻ സാധിക്കും? ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. എന്താണ്? റിമെയിൻ ഇൻ ദ വൈൻ. അതാണ് ജീസസ് പറഞ്ഞത്, റിമെയിൻ ഇൻ മീ, റിമെയിൻ ഇൻ മീ, അപ്പാർട്ട് ഫ്രം മീ യു ക്യാൻ ഡു നത്തിങ്. എന്നിലൂടെ അല്ലാതെ നിനക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, നമ്മൾ യേശുവിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. ആമേൻ. സോ അതിൻ്റെ അർത്ഥം എന്താണ്? വാട്ട് ഡസ് ഇറ്റ് മീൻ ടു റിമെയിൻ ഇൻ ജീസസ്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ബി ഡീപ്ലി ഇൻ ലവ് വിത്ത് ജീസസ് ആൻഡ് ബി അറ്റാച്ച്ഡ് ടു ഹിം, ബി ഇൻറ്റിമേറ്റ് വിത്ത് ഹിം ഔട്ട് ഓഫ് സിൻസിയർ പാഷനേറ്റ് ലവ് ഫോർ ജീസസ്. അതായത് യേശുവിനുമായി പരിപൂർണ ഹൃദയത്തോടെ നമ്മൾ യേശുവിനെ സ്നേഹിക്കുക, പാഷനേറ്റ് ആയിട്ട് നമ്മൾ യേശുവിനെ സ്നേഹിക്കുക. അങ്ങനെ യേശുവിൽ നിലനിൽക്കുമ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും? വി ഓൾസോ വിൽ സബ്മിറ്റ് ടു ഹിം വില്ലിംഗ്ലി ഔട്ട് ഓഫ് ലവ്. യേശുവിനെ അനുസരിക്കാനായിട്ട് നമ്മൾ താല്പര്യത്തോടെ, ഉത്സാഹത്തോടെ, സന്തോഷത്തോടു കൂടി യേശു എന്ത് കൽപ്പിച്ചാലും അത് അനുസരിക്കാൻ നമ്മൾ തയ്യാറായിത്തീരും. ആമേൻ. അപ്പോൾ ആ സ്നേഹത്തിന്റെ ലക്ഷണം എന്താണ്? യോഹന്നാൻ 14-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, ഇഫ് യു ലവ് മീ കീപ് മൈ കമാൻഡ്സ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും. അതേ അധ്യായത്തിൽ 23-24 വാക്യത്തിൽ പറയുന്നു, യേശു മറുപടി പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ ഉപദേശം അനുസരിക്കും, എൻ്റെ പിതാവ് അവരെ സ്നേഹിക്കും, ഞങ്ങൾ അവരുടെ അടുക്കൽ വന്ന് അവനോടുകൂടി വസിക്കും. എന്നെ സ്നേഹിക്കാത്തവർ എൻ്റെ ഉപദേശം അനുസരിക്കുകയില്ല. ആമേൻ. വാട്ട് എ ബ്ലെസ്സിംഗ് ഇറ്റ് ഈസ് ടു ഹാവ് ദ ഫാദർ ആൻഡ് സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ടു കം ആൻഡ് ഡ്വെൽ ഇൻ us. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വന്ന് നമ്മളിൽ വസിക്കുക എന്ന് പറയുന്നത് എത്രയോ മഹത്തരമായ കാര്യമാണ്. അപ്പോൾ അതാണ് യേശു പറയുന്നത്, എന്താണ്? എൻ്റെ കൽപ്പന അല്ലെങ്കിൽ എൻ്റെ ഉപദേശം അനുസരിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. അപ്പോൾ പിതാവും അവരെ സ്നേഹിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇതാണ് യേശു ഏറ്റവും പ്രതീക്ഷിക്കുന്ന കാര്യം. അതിനാണ് ഏറ്റവും മഹത്തരമായ, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്താണെന്ന് ചോദിച്ചപ്പോഴും യേശു എന്താണ് പറഞ്ഞത്? ലവ് ദ ലോർഡ് യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, വിത്ത് ഓൾ യുവർ മൈൻഡ് ആൻഡ് വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത്. ആമേൻ. അതുപോലെ നമ്മൾ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുമ്പോൾ നമ്മൾ എവിടെയും പോകത്തില്ല, യേശുവിനോട് പറ്റിച്ചേർന്ന് തന്നെ നിൽക്കും. എന്ത് വന്നാലും, എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടായാലും, എത്ര പീഡനങ്ങൾ ഉണ്ടായാലും നമ്മൾ യേശുവിനെ പറ്റിച്ചേർന്ന് നിൽക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ അനേകം ഫലം കൊടുക്കുന്ന ആൾക്കാരായിട്ട് തീരും. ആമേൻ. സോ വാട്ട് ആർ ദ ടീച്ചിങ്സ് ഓഫ് ജീസസ് ദാറ്റ് വി ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കൽപ്പനകൾ അനുസരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, എന്തൊക്കെ കൽപ്പനകളാണ് നമുക്ക് പ്രയാസമായിട്ട് തോന്നുന്നത്? പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ്? നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുക. യേശു പറയുന്ന മത്തായി 5-ാമത്തെ അധ്യായത്തിൽ, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് ചെയ്യാൻ മാനുഷികമായിട്ട് സാധിക്കുന്ന കാര്യമാണോ? നമുക്ക് മാനുഷികമായിട്ട് ജഡപ്രകാരം ചെയ്യാൻ സാധിക്കുന്നത് ശത്രുക്കളെ വെറുക്കുക എന്നുള്ളതാണ്. പകരം യേശു കൽപ്പിച്ചിരിക്കുന്നത്, യേശുവിൻ്റെ പ്രതീക്ഷ എന്താണ്? ശത്രുക്കളെ സ്നേഹിക്കുകയും നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി അവരെ പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വീണ്ടും പറഞ്ഞിരിക്കുന്നു, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, നിങ്ങളെ നിന്ദിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബ്ലസ് ദോസ് ഹു കേഴ്സ് യു ആൻഡ് പ്രേ ഫോർ ദോസ് ഹു മിസ്ട്രീറ്റ് യു. അതുപോലെ വീണ്ടും പറഞ്ഞിരിക്കുന്നത് ലൂക്ക 6-ൽ, ജനം നിങ്ങളെ വെറുത്ത് സമുദായ ഭ്രഷ്ടരാക്കി അപമാനിച്ച് നിങ്ങളുടെ പേരുകൾ ശപിക്കപ്പെട്ടതെന്ന് ഗണിക്കുമ്പോൾ നിങ്ങൾ ആനന്ദാതിരേകത്താൽ തുള്ളിച്ചാടുക. ആമേൻ. So consider it as a blessing and rejoice and leap for joy when people hate you and insult you. ഇതൊക്കെ മനുഷ്യനാൽ സാധിക്കുന്ന കാര്യമാണോ? അതുപോലെ കൊളോസ്യർ 3-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, bear with one another and forgive one another. If any of you has a grievance against someone, forgive as the Lord forgave you. പരസ്പരം ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. നിങ്ങൾ ഒരാൾക്ക് മറ്റൊരാളോട് പരാതി ഉണ്ടായാൽ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുക. ഇതുപോലെ ചെയ്യാൻ ഏതെങ്കിലും ഒരു മനുഷ്യനാൽ സാധ്യമാണോ? ഇത് അമാനുഷികമായ കാര്യങ്ങളാണ്, അല്ലെ? ഒരു മനുഷ്യനാൽ അസാധ്യമായ കാര്യങ്ങളാണ് യേശു പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ നമ്മളെ കൊണ്ട് സാധിക്കും? ഇതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് സഹായിയായി നൽകിയിരിക്കുന്നത്. ആമേൻ. അപ്പൊ ഇത് മനുഷ്യനാൽ ഈ പറഞ്ഞ സ്നേഹവും ക്ഷമയും ഉണ്ടാക്കാനായിട്ട് സാധ്യമല്ല. ഈ ഫലങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. ആമേൻ.
അപ്പോൾ യേശുവിൽ നിലനിന്നാൽ മാത്രമേ ഈ ഫലം ഉണ്ടാകത്തുള്ളൂ. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ച് ഈ ഫലം കായ്ക്കാൻ ഇടവരുത്തുക. ആമേൻ. അപ്പോൾ അതുപോലെ തന്നെ ഇനോ ഈ കൽപ്പനകളെല്ലാം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും സ്നേഹത്തെ. ഇറ്റ് ഇസ് ഓൾ ദീസ് കമാൻഡ്സ് ആർ സെന്റർ അറൗണ്ട് ലവ്, അല്ലേ? യേശു കൽപ്പിച്ച കാര്യങ്ങളെല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങളാണ്. അതെന്തിലാണ്? ദൈവത്തെ സ്നേഹിക്കുന്നതിലും പരസ്പരം ഉള്ള സ്നേഹത്തിലും അധിഷ്ഠിതമായ കാര്യങ്ങളാണ്. അപ്പൊ ഈ ഫലം കായ്ക്കുക എന്നുള്ളത് എന്താണ്? രണ്ട് വാക്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ കാര്യം യോഹന്നാൻ 15:8 വാക്യത്തിൽ പറയുന്നു, ധാരാളം ഫലം കായ്ക്കുന്നതിനാൽ നിങ്ങൾ എൻ്റെ ശിഷ്യർ എന്ന് വ്യക്തമാകും, അതിലൂടെ എൻ്റെ പിതാവ് മഹത്വപ്പെടുകയും ചെയ്യും. ദിസ് ഈസ് ടു മൈ ഫാദേഴ്സ് ഗ്ലോറി ദാറ്റ് യു ബെയർ മച്ച് ഫ്രൂട്ട് ഷോയിങ് യുവർസെൽഫ് ടു ബി മൈ ഡിസൈപ്പിൾസ്. അതായത് ഒരു ശിഷ്യനാണെന്ന് നമ്മൾ തെളിയിക്കുന്നത് എങ്ങനെയാണ്? ഇതുപോലെ ഫലം കായ്ക്കുന്നതിലൂടെ എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ യോഹന്നാൻ 13:34-35 വാക്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? A new command I give you, love one another as I have loved you, so you must love one another. By this all men will know that you are my disciples if you love one another. Amen. അപ്പോൾ യേശു കൽപ്പിച്ചിരിക്കുന്നത് എന്താണ്? നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നുള്ള ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾക്ക് പരസ്പര സ്നേഹം ഉണ്ടായിരിക്കണം. അതിലൂടെയാണ് നിങ്ങൾ എൻ്റെ ശിഷ്യർ എന്ന് എല്ലാവരും അറിയുന്നത്. അപ്പോൾ ഈ രണ്ട് കൽപ്പനകളിലും രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ദിസ് ഈസ് ഹൗ വി ഷോ ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് വി ആർ ഡിസൈപ്പിൾസ്. യേശുവിൻ്റെ ശിഷ്യരാണെന്ന് മറ്റുള്ളവർ നമ്മളെ കണ്ട് അറിയുന്നത് എങ്ങനെയാണ്? ഒന്ന് ഫലം കായ്ക്കുന്നതിലൂടെയും, അതുപോലെ തന്നെ പറയുന്നു സ്നേഹത്തിൽ യേശു നമ്മളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നതിലൂടെയും ആണ്. അപ്പൊ ദിസ് ലീഡ്സ് അസ് ടു ഫൈനൽ ഇമ്പോർട്ടൻറ്റ് സ്ക്രിപ്ചർ. ഇത് നമ്മളെപ്പോഴും കാത്തിരുന്ന ഈ വചനമാണ്. ആത്മാവിന്റെ ഫലം എന്ന് പറഞ്ഞപ്പോൾ ഇതിലേക്കാണ് നമ്മളെ അതിന്ന് നയിക്കുന്നത്. എന്താണ്? ഗലാത്യർ 5-ാം അധ്യായം 22-23 വാക്യം. ഗലാത്യർ 5:22-23. But the fruit of the Spirit is love, joy, peace, forbearance, kindness, goodness, faithfulness, gentleness and self-control. Against such things there is no law. അതായത് എന്നാൽ ആത്മാവിന്റെ ഫലം സ്നേഹം, ആനന്ദം, സമാധാനം, ദീർഘക്ഷമ, ദയ, ഉദാരത, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം എന്നിവയാണ്. ഇവയ്ക്കെതിരായ ഒരു ന്യായപ്രമാണവും ഇല്ല. ആമേൻ. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇതിലാണ് വളരെ സ്പെസിഫിക് ആയിട്ട് പരിശുദ്ധാത്മാവിന്റെ ഫലം എന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്നല്ല. ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പ്ലൂറലാണ്, അല്ലേ? അത് ഇവിടെ പറയുന്നത് ഇറ്റ്സ് എ സിംഗുലർ ടേം, ഇറ്റ് ഈസ് യൂസ്ഡ്. ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ഫലം എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ചാണ് നമുക്ക് ലഭിക്കുക. ആമേൻ. അപ്പൊ നമ്മൾ ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ഫലം. എന്തൊക്കെയാണ്? ആദ്യം തന്നെ പറയുന്നത് ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് വിത്ത് ലവ്, അല്ലെ? സ്നേഹത്തിലാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമായ സ്നേഹത്തിന്റെ other things are all the aspects of love. അപ്പൊ ഇത്രമാത്രം ദൈവം സ്നേഹമാണ്. ആ ദൈവം മനുഷ്യരൂപത്തിൽ വന്നതാണ് യേശു. ആ യേശുവിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും തീരും? അവനെ പോലെ സ്നേഹത്താൽ നിറഞ്ഞവരായി തീരും. അതുകൊണ്ട് നമ്മളിൽ എന്തൊക്കെ കനികളാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തൊക്കെ ഫലമാണ് ഉണ്ടാവുക? തീർച്ചയായിട്ടും നമ്മളിൽ സ്നേഹം, ആനന്ദം, സമാധാനം, ദീർഘക്ഷമ, ദയ, ഉദാരത, വിശ്വസ്തത, സൗമ്യത, ആത്മീയ നിയന്ത്രണം അല്ലെങ്കിൽ ആത്മനിയന്ത്രണം, ഇതെല്ലാം നോക്കിയാൽ നമുക്ക് എന്താ കാണാനായിട്ട് സാധിക്കുന്നത്? ഇതാണ് യേശുവിൻ്റെ സൽഗുണങ്ങൾ, അല്ലേ? യേശുവിനെ പോലെ യേശുവിൻ്റെ സകല നന്മകളും നിറഞ്ഞവരായിട്ട് നമ്മൾ തീരണം. നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം നമ്മൾ യേശുവിനെ പോലെ നിറഞ്ഞവർ ആയി തീരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ആത്മാവിൻ്റെ ഫലം. അപ്പൊ ഇത് നമ്മളാൽ സാധ്യമായ കാര്യമാണോ? ഇതൊന്നും മനുഷ്യനാൽ സാധ്യമായിട്ടുള്ള കാര്യമല്ല. ഇതുപോലെ പരിപൂർണത നിറഞ്ഞവരായി തീരാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അതിനാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. ഇപ്പൊ വാരൻ ബിയേഴ്സ്ബി എന്ന് പറഞ്ഞ ഒരാൾ ബൈബിൾ കമന്ററി എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം എഴുതിക്കുന്ന ഒരു കാര്യം, നമുക്ക് ചുറ്റുമുള്ള ആളുകൾ സ്നേഹം, സന്തോഷം, സമാധാനം, ആത്മാവിന്റെ മറ്റെല്ലാ കൃപകൾ എന്നിവയ്ക്കായി ദാഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അവർ അവയെ കണ്ടെത്തുമ്പോൾ അവർക്ക് കുറവുള്ള എന്തോ ഒന്ന് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. നമ്മുടെ സ്വന്തം ഉപഭോഗത്തിന് വേണ്ടി അല്ല നാം ഈ ഫലം കായ്ക്കുന്നത്. മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകാനും സഹായിക്കാനും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനും വേണ്ടിയാണ്
നാം ഈ ഫലം കായ്ക്കും. ആമേൻ. അപ്പോൾ നമുക്കറിയാം, ഒരു മരത്തിൽ ഫലമുണ്ടെങ്കിൽ അത് മരത്തിന് ഉപയോഗപ്പെടുവോ, മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുവോ? മരത്തിന് ഒരു പ്രയോജനമില്ല, അല്ലേ? മരം വളരെയധികം അധ്വാനിച്ച് ആ ഫലം ഉണ്ടാക്കുന്നു, പക്ഷെ ആ ഫലം മറ്റുള്ളവരാണ് അനുഭവിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഫലം കായ്ക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ ഈ പറഞ്ഞ സ്നേഹത്താൽ നമ്മൾ നിറഞ്ഞവരായിട്ട്, സ്നേഹവും സന്തോഷവും സമാധാനവും ഈ പറഞ്ഞ നന്മകളെല്ലാം നമ്മൾ നിറയുമ്പോൾ എന്ത് സംഭവിക്കും? ചുറ്റുപാടുള്ള ജനങ്ങളെല്ലാം ഈ കാര്യങ്ങൾ കാക്ഷിക്കുന്നവരാണ്. അവർക്ക് ഒരിടത്തും ഇത് കിട്ടുന്നില്ല, ഒരിടത്തും ഇത് കാണാൻ പറ്റുന്നില്ല. ഈ ലോകത്ത് നോക്കിയാൽ വെറുപ്പും വിദ്വേഷവും ചതിയും വഞ്ചനയും വ്യഭിചാരവും എന്ന് പറയേണ്ട ഇല്ലാത്ത കാര്യങ്ങളെല്ലാം നടക്കുന്ന ലോകമാണ്. ആ ലോകത്തിൽ ഇതുപോലുള്ള സ്വഭാവം കാണാനായിട്ട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിൽ ഈ ഗുണങ്ങളെല്ലാം നിറഞ്ഞവരായിട്ട് നമ്മളെ കാണുമ്പോൾ അവർക്ക് എന്ത് തോന്നും? തീർച്ചയായിട്ടും അവർക്കും നമ്മളെപ്പോലെ ആയിത്തീരാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. അവർക്ക് മനസ്സിലാവും ഇത് മനുഷ്യനാൽ സാധ്യമല്ല, ഇത് ദൈവത്താൽ മാത്രമേ സാധിക്കുന്നുള്ളൂ. അപ്പൊ ഈ വ്യക്തിക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ഇത് ഏത് വഴി എനിക്കും സാധിക്കും എന്ന് അവർക്ക് താല്പര്യം ഉണ്ടാകാൻ സാധിക്കും. അങ്ങനെയാണ് അതുവഴിയായിട്ട് എന്ത് പറ്റും? അവർക്കും ദൈവത്തിലേക്ക് വരുവാനും ദൈവമഹത്വം ഉണ്ടാകാനായിട്ടും സാധിക്കും. ആമേൻ. അപ്പൊ ഇത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരുടെ ഗുണത്തിനും അതുവഴി ദൈവത്തിന്റെ മഹത്വത്തിനും വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ നൽകിയിരിക്കുന്നത്. ആമേൻ. അതിലെ ഗലാത്യർ 5-ാമത്തെ അധ്യായത്തിന് 24-25 വാക്കിൽ പറയുന്നു, Those who belong to Christ Jesus have crucified the flesh with its passions and desires. Since we live by the Spirit, let us keep in step with the Spirit. Amen. ഇവിടെ പറഞ്ഞിരിക്കുന്നു, എന്നാൽ ക്രിസ്തുയേശുവിലുള്ളവർ മനുഷ്യ സഹജമായ പ്രവൃത്തികളെ അതിൻ്റെ എല്ലാവിധ ഭോഗവിലാസങ്ങളോടും കൂടി ക്രൂശിച്ചിരിക്കുന്നു. നാം ആത്മാവിനാൽ ജീവിക്കുന്നവരായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും നിയന്ത്രിതമായിരിക്കണം. Amen. So this is very, very specific, telling us how we should live. Amen. അപ്പോൾ ഇത് ഒരു ശിഷ്യത്വ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. Those who belong to Jesus Christ, അതായത് യേശുവിൽ ആയിരിക്കുന്നവർ, അല്ലെങ്കിൽ ക്രിസ്തുയേശുവിൽ ഉള്ളവർ മനുഷ്യ സഹജമായ സകല പ്രവൃത്തികളെയും അതിൻ്റെ എല്ലാവിധ ഭോഗവിലാസങ്ങളോട് കൂടി ക്രൂശിച്ചിരിക്കുന്നു. First we have to crucify our old self, all our desires or selfish and sinful desires. അതിനുശേഷം എന്ത് ചെയ്യണം? since we live by the Spirit, അതായത് പരിശുദ്ധാത്മാവിനാൽ ജീവിക്കുന്നവരായി തീരണം. ആമേൻ. അപ്പോൾ ഓർക്കുക, എങ്ങനെയാണ് നമുക്ക് പുതുജീവൻ കിട്ടിയത്? വി ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്, അല്ലേ? യോഹന്നാൻ 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? we are born of the Spirit and the water. We are born again by the Spirit. പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെട്ടവർ ആണെങ്കിലേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. ആമേൻ. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവരാണെങ്കിൽ ആരുടെ നിയന്ത്രണത്തിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്? ജഡത്തിന്റെ നിയന്ത്രണത്തിലല്ല. ഒരു നിമിഷം പോലും നമ്മൾ ജഡത്തിന്റെ നിയന്ത്രണത്തിലല്ല ജീവിക്കേണ്ടത്. പകരം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കണം. ആമേൻ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ആത്മാവിനാൽ ജീവിക്കുന്നവരായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ആത്മനിയന്ത്രിതം ആയിരിക്കണം. ആമേൻ. Not some aspect of our life, but every aspect of our life. Our thoughts, our attitude, our speech, our behavior, everything has to be under the control of the Holy Spirit. Amen. ഈ ജീവിതത്തിലാണ് സാങ്ക്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. Amen. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? we have to walk by the Spirit. അത് ആത്മനിയന്ത്രിതമായ ഒരു ജീവിതം. Walk by the Spirit. So what does that mean? We are walking in step with the Spirit. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനോടൊപ്പമുള്ള നടപ്പാണ്. ഇപ്പം ഇതിൽ കാണുന്ന ഈ രണ്ട് കാൽപ്പാട് കാണുന്നത് പോലെ പരിശുദ്ധാത്മാവിന് കാൽപ്പാടില്ല. പക്ഷെ പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരുമിച്ച് പരിശുദ്ധാത്മാവ് ഏത് വഴിക്ക് പോകുന്നു ആ വഴി മാത്രം നമ്മൾ നടക്കും. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുമോ, എന്ത് ചിന്തിക്കുമോ ആ ചിന്തകൾ മാത്രം നമ്മളിൽ വരും. പരിശുദ്ധാത്മാവ് എന്ത് സംസാരിക്കുമോ അത് മാത്രം നമ്മൾ സംസാരിക്കും. അതാണ് നിയന്ത്രിതമായ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ അതിനെന്ത് വേണം? നമ്മളെ നിയന്ത്രിക്കുന്നത് ഉപേക്ഷിക്കുക. നമ്മളുടെ നിയന്ത്രണം പരിപൂർണമായിട്ട് പരിശുദ്ധാത്മാവിന് നമ്മൾ നൽകി കൊടുക്കണം. അപ്പോഴാണ് ഇതുപോലെ ആയിത്തീരാനായിട്ട് സാധിക്കുക. ആമേൻ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ഗുണങ്ങളാണ് ഉണ്ടാകുക? പരിശുദ്ധാത്മാവിന്റെ സകല ഗുണങ്ങളും നിറഞ്ഞവരായിട്ട് നമ്മൾക്ക് തീരാനായിട്ട് സാധിക്കും. റോമർ 5-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, and hope does not disappoint us because God has poured out his love into our hearts through the Holy Spirit whom he has given us.
ഈ പ്രത്യാശ നമ്മെ ലജ്ജിതരാക്കുന്നില്ല. കാരണം പരിശുദ്ധാത്മാവിനെ നൽകുന്നതിലൂടെ ദൈവം അവിടുത്തെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ സമൃദ്ധമായി വർഷിച്ചിരിക്കുന്നു. ആമേൻ. അപ്പോൾ നമ്മളോടുള്ള സ്നേഹം, നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്? നമ്മളോട് സ്നേഹം ദൈവം പ്രകടിപ്പിച്ചത് യേശുവിനെ നമുക്ക് വേണ്ടി കുരിശിൽ ബലിയർപ്പിച്ചതിലൂടെയാണ്. തീർച്ചയായിട്ടും അത് ശരിയാണ്. പക്ഷെ അതോടൊപ്പം ഒരു കാര്യം കൂടി ഓർക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ നൽകുന്നതിലൂടെ ദൈവം അവിടുത്തെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ സമൃദ്ധമായി വർഷിച്ചിരിക്കുന്നു. ആമേൻ. അപ്പം നമുക്കറിയാം, ആദ്യം തന്നെ നമ്മൾ പഠിച്ച് പരിശുദ്ധാത്മാവ് ദൈവമാണ്. ദൈവം ആരാണ്? ദൈവം സ്നേഹമാണ്. അപ്പൊ ആ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ സ്നേഹം, അല്ല ദൈവത്തിന്റെ പരിപൂർണത നമ്മളിൽ വസിക്കുമ്പോൾ നമുക്കുള്ളിൽ എന്താണ് നിറഞ്ഞിരിക്കുന്നത്? സ്നേഹം. കാരണം ദൈവം സ്നേഹമാണ്. ആമേൻ. അപ്പൊ നമ്മുടെ ഹൃദയങ്ങളിൽ സമൃദ്ധമായി ആ സ്നേഹം നിറച്ചിരിക്കുകയാണ്. ദൈവം കോരി ഒഴിച്ചിരിക്കുകയാണ്, നിറച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളിൽ നിന്ന് പുറത്തേക്ക് എന്താണ് വരേണ്ടത്? ആ സ്നേഹത്തിന്റെ പ്രകടനമാണ് നമ്മളുടെ എല്ലാ രീതിയിലും വരേണ്ടത്. ആമേൻ. അപ്പൊ അതാണ് ആത്മാവിന്റെ കനി എന്ന് പറയുന്നത്, ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത്. സോ അതുപോലെ അതേ ഗലാത്യർ 5 നമ്മൾ ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ വായിച്ച കാര്യമാണ്. ആത്മാവിനാൽ ജീവിക്കുന്നവരായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആത്മനിയന്ത്രിതരായിരിക്കണം. ആമേൻ. അതിൽ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാം അഹംഭാവികളായി പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും മത്സരിക്കുന്നവരും ആകരുത്. ആമേൻ. അപ്പൊ അങ്ങനെ പരസ്പരം നമ്മൾ പ്രകോപിപ്പിക്കുന്നവരാണെങ്കിൽ നമ്മൾ വീണ്ടും ജഡത്തിന്റെ സ്വഭാവത്തിൽ മാത്രമാണ് ജീവിക്കുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അല്ല, ജഡത്തിന്റെ പ്രവർത്തനമാണ് നടക്കുന്നത് എന്നാണ്. അതിന് പകരം നേരെ തിരിച്ചെന്താണ്? നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതരായി ജീവിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്ത് പറ്റും? ലെറ്റ് us കീപ് ഇൻ സ്റ്റെപ്പ് വിത്ത് ദ സ്പിരിറ്റ്. ആത്മാവിൽ ജീവിക്കുന്നവരായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും ആത്മനിയന്ത്രിതമായി തീരണം. ആത്മനിയന്ത്രണം എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിന്റെ നിയന്ത്രണമല്ല, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ആയിരിക്കണം എന്നുള്ളത് ഓർക്കുക. സോ ഇപ്പൊ എന്താണ് ഇപ്പൊ ഇതിൽ നമുക്ക് എന്താ പഠിക്കാൻ സാധിക്കുന്നത്? സോ ഹൗ ഡു വി ബെയർ ദാറ്റ് ഫ്രൂട്ട്? ഈ കനി നമുക്ക് എങ്ങനെ നമ്മളിൽ ഉണ്ടാവും? ഈ ഫലം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ യേശു പറഞ്ഞിരിക്കുന്ന വീണ്ടും ഒരു കാര്യം കൂടി ഓർക്കുക, എന്നിൽ വസിച്ചു കൊണ്ടിരിക്കുക, അങ്ങനെ എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ വസിക്കാത്ത കൊമ്പിന് ഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കാതെ നിങ്ങൾക്കും ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം യേശുവിൽ വസിക്കുക. ഓൾവേസ് റിമെമ്പർ, അപ്പാർട്ട് ഫ്രം മീ യു ക്യാൻ ഡു നത്തിങ്. യേശുവിനാൽ അല്ലാതെ. അപ്പൊ യേശു ഇന്ന് നമ്മളിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ, പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ. അപ്പൊ ആ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ, അല്ലെ യേശുവിനാൽ അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ആമേൻ. സോ അപ്പൊ പലപ്പോഴും നമുക്ക് പറ്റുന്ന തെറ്റെന്താണ്? നമ്മൾ പലരും ഇപ്പൊ ചിന്തിക്കുമ്പോൾ നമ്മൾ പറയാണ്, ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ആൾക്കാരെ സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവരുടെ അവർ ചെയ്ത പല തിന്മകൾ ഓർക്കുമ്പോൾ എനിക്ക് അവരോട് ക്ഷമിക്കാനോ സ്നേഹിക്കാനോ പറ്റുന്നില്ല. അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് പ്രകോപിതനായിട്ട് കോപപ്പെട്ടു പോകുന്നു, എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ പല പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ എന്താണ് കുഴപ്പം? ഇത് സാധിക്കാത്തതിന്റെ കാര്യം എന്താണ്? ഇത് യേശുവിൽ നമ്മൾ ആയിരിക്കുമ്പോൾ യേശുവിന്റെ വാഗ്ദാനമാണ് ഈ സൽഗുണങ്ങളെല്ലാം നമ്മളിൽ ഉണ്ടാകും എന്നുള്ളത്. പക്ഷെ അത് നടക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ സ്വയം പ്രയത്നിക്കുകയാണ്. വി ആർ ട്രൈയിങ് അവർ ബെസ്റ്റ് ടു ഇംപ്രൂവ് അവർസെൽസ്. കൂടുതൽ നമ്മൾ പുരോഗതി ഉണ്ടാകാനായിട്ട്, നമ്മുടെ സ്വഭാവത്തിലുള്ള പുരോഗതി ഉണ്ടാകാനായിട്ട് നമ്മൾ സ്വയം പരിശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ പരാജയപ്പെടുന്നത്. നേരെ തിരിച്ചെന്ത് ചെയ്യണം? ഒറ്റ കാര്യം, പരിപൂർണമായിട്ട് നമ്മൾ യേശുവിൽ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ച്, എന്നെ കൊണ്ട് ഒരു കാര്യവും സാധ്യമല്ല, എന്നാൽ എല്ലാം അസാധ്യമാണെന്നുള്ള മനോഭാവത്തോടു കൂടി താഴ്മയോടെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ഫലം നമ്മളിൽ പുറപ്പെടുവാനായിട്ട് നമ്മൾ പരിപൂർണമായിട്ട് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും? തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മളെ പ്രവർത്തിച്ച് യേശുവിന്റെ വാഗ്ദാനം പൂർത്തീകരിച്ച് നമ്മൾ പുതിയ വ്യക്തികളായിട്ട് അത്ഭുതകരമായ രീതിയിലുള്ള മാറ്റം നമ്മളിൽ ഉണ്ടാകാനായിട്ട് സാധിക്കും. ആമേൻ. സോ ഒരു കാര്യം ഓർക്കുക, സോ ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഈസ് ദ മെഷർ ഓഫ് അവർ ഇന്റിമസി വിത്ത് ജീസസ്. അപ്പൊ യേശുവിനോട് നമ്മൾ അടുപ്പമുള്ളവരാണോ എന്നുള്ളതിന്റെ തെളിവ് എന്താണ്? നമ്മൾ എല്ലാ മീറ്റിങ്ങിനും വന്നെന്നോ അല്ലെങ്കിൽ ബൈബിൾ വായിച്ചെന്നോ കൊണ്ട് മാത്രം നമ്മളാരും അത് തെളിവാകുന്നില്ല. തെളിവ് എന്താണ്? ഫ്രൂട്ട്. അത് യേശുവുമായുള്ള നമ്മുടെ അടുപ്പത്തിന്റെ അളവുകോലാണ് ആത്മാവിന്റെ ഫലം. അപ്പൊ യേശുവിനോട് അടുക്കുന്നവർ
യേശുവിനോട് പറ്റിച്ചേർന്നിരിക്കുന്നവർ എങ്ങനെയുള്ളവരായിത്തീരും? യേശുവിനെ പോലെ ആയിത്തീരും. അപ്പൊ ആ സ്വഭാവത്തിലുള്ള വ്യത്യാസം, നമ്മുടെ ജീവിതത്തിലുള്ള മാറ്റം, യേശുവിനെ പോലെ അനുദിനം നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതാണ് നമ്മൾ യേശുവിനോട് അടുപ്പമുള്ളവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതരും ആണെന്നുള്ള തെളിവെന്താണ്? ഫലം കായ്ക്കുക എന്നുള്ളതാണ്. ഏമേൻ. അനേകം ഫലം കായ്ക്കുക. ഏമേൻ. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ്? ഫലം എന്ന് വെച്ചാൽ എന്താണ്? യേശുവിൻ്റെ സ്വഭാവത്താൽ നമ്മൾ നിറഞ്ഞവരായി തീരുക എന്നുള്ളതാണ്. ഏമേൻ. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതുകൊണ്ടാണ് മത്തായി 7 വീണ്ടും നമ്മൾ ഓർക്കുക. കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞ എന്താണ്? അവര് നല്ല മരം അല്ലാത്തതുകൊണ്ട്, മോശമായ മരം ആയതുകൊണ്ട് അവരിൽ നിന്ന് മോശമായ ഫലമേ ഉണ്ടാവൂ. ഏമേൻ. അപ്പൊ നമ്മളും ഇവരെ പോലെ കള്ളപ്രവാചകന്മാരെ പോലെ ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് എന്താണ്? അശ്രദ്ധമായ വാക്കുകളും അല്ലെങ്കിൽ ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികളും സംസാരവും ഒക്കെ ആയിരിക്കും നമ്മളിൽ നിന്ന് വരുന്നത്. പെട്ടെന്ന് കോപിക്കുകയും മുൻകോപവും ദേഷ്യവും വെറുപ്പും അല്ലെങ്കിൽ അതുപോലെ ആത്മനിയന്ത്രണം അല്ലാത്ത ജീവിതം നമ്മളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും ഈ കള്ളപ്രവാചകന്മാരെ പോലെ ആയിത്തീരും. കാരണം എന്താണ്? നമ്മുടെ ഉള്ളിലുള്ളത് എന്താണോ അതാണ് വെളിയിലേക്ക് വരുന്നത്. ഔട്ട് ഓഫ് ദ ഓവർഫ്ലോ ഓഫ് ദ ഹാർട്ട് മൗത്ത് സ്പീക്സ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്വഭാവം എവിടുന്നാണ്? നമുക്ക് ഉള്ളിലുള്ളത് എന്താണോ അതിൽ നിന്നാണ് നമ്മുടെ സ്വഭാവങ്ങൾ ഉണ്ടാകുക. ആമേൻ. സോ വി ഗോട്ട് ടു റിമെമ്പർ ദാറ്റ് ഇതുപോലെ ഈ പറഞ്ഞ ആൾക്കാർ, ഇതിൽ കള്ളപ്രവാചകന്മാരാണെങ്കിൽ എത്രയോ മഹത്തരമായ കാര്യങ്ങൾ ചെയ്തു, അത്ഭുതങ്ങൾ ചെയ്തു, അശുദ്ധാത്മാക്കളെ പുറത്താക്കി, വലിയ വീര്യപ്രവർത്തികളെല്ലാം ചെയ്തു. പക്ഷേ യേശു പറഞ്ഞത് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന്. ആമേൻ. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വരാൻ ഇടയാകരുത്. കാരണം എന്താണ്? ഈ യേശുവിനോട് ചേർന്നിരിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിനെ അറിയുക എന്ന് വെച്ചാൽ എന്താണ്? വി ഹാവ് ടു ഹാവ് എൻ എക്സ്പീരിയൻഷ്യൽ നോളജ് ഓഫ് ജീസസ്, ദാറ്റ് വി ഹാവ് ടു ബി ഇന്റിമേറ്റ് വിത്ത് ജീസസ്, വി ഹാവ് ടു ബി അറ്റാച്ച്ഡ് ടു ജീസസ്. ഒരു ശിഖരം മരത്തോട് ചേർന്നിരിക്കുന്നത് പോലെ നമ്മൾ യേശുവിനോട് പറ്റിച്ചേർന്ന് ഇരിക്കേണ്ടിയിരിക്കും. ആമേൻ. സോ വി ഹാവ് ടു ലവ്. ദാറ്റ് ഈസ് ലവ്. ലവ് ഈസ് ദാറ്റ് ക്രിയേറ്റ്സ് ദാറ്റ് ബോണ്ട്. അല്ലേ? നമ്മൾ യേശുവിനോട് പറ്റിച്ചേരുക എന്ന് വെച്ചാൽ എന്താണ്? സ്നേഹത്താൽ, യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ സ്നേഹിക്കുന്നതിലൂടെയാണ് ഇതുണ്ടാകുന്നത്. ആമേൻ. സോ ഇന്ന് വേറൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കുക. ലോട്ട് ഓഫ് പീപ്പിൾ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ദ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ലെസ് ഇമ്പോർട്ടൻസ് ടു ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. അതായത് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്കാണ് കൂടുതൽ ആൾക്കാരും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. കാരണം എന്താണ്? വരങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? പലതും പ്രീച്ചിങ്, ടീച്ചിങ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? മറ്റുള്ള ആൾക്കാർ നമ്മളെ പ്രശംസിക്കാനോ സ്തുതിക്കാനോ ഒക്കെ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ പലപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞ വരങ്ങൾ എനിക്ക് എങ്ങനെ, പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ എനിക്കുണ്ടാകാം എന്നുള്ളത് ചിന്തിക്കുന്നു. പക്ഷെ നേരെ തിരിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? എത്ര വലിയ പ്രഭാഷകനാണെങ്കിലും, എത്ര വലിയ പ്രീച്ചർ ആണെങ്കിലും, എത്ര വലിയ ടീച്ചർ ആണെന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവിന്റെ ഫലമില്ലെങ്കിൽ നമ്മൾ കള്ളപ്രവാചകന്മാർ മാത്രമായിരിക്കും. ആമേൻ. ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്തിനാണ്? വരങ്ങൾ തീർച്ചയായിട്ടും ദൈവം തരുന്നു, അതിന് ഒന്നും കുറവുള്ളതല്ല. ആ വരങ്ങൾ ദൈവം തന്നാൽ അത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. പക്ഷെ ആദ്യം ഉണ്ടാകേണ്ടത് എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ഫലം. അതായത് ഫലമുണ്ടാകും. അതായത് ഈ നന്മ നിറഞ്ഞവരായി നമ്മൾ തീർന്നാലേ, സ്നേഹത്താൽ നിറഞ്ഞവരായി തീർന്നാലേ ഈ വരങ്ങൾ കൊണ്ട് ശരിയായ പ്രയോജനം മറ്റുള്ളവർക്ക് ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളത് വീണ്ടും തെറ്റായ രീതിയിൽ ദൈവം തന്ന വരങ്ങളാണെങ്കിലും ഉപയോഗിക്കുള്ളൂ. സോ അപ്പൊ ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക, വാട്ട് ആർ സം തിങ്സ് ദാറ്റ് യു ഡിസയർ? നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ ഫലമാണോ പരിശുദ്ധാത്മാവിന്റെ വരമാണോ? വരത്തെക്കുറിച്ചാണ് നമ്മൾ അടുത്ത പ്രാവശ്യം പഠിക്കാം. പക്ഷെ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന വരങ്ങളാണ്. അത് പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ കാക്ഷിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാണോ പരിശുദ്ധാത്മാവിന്റെ ഫലമാണോ എന്ന് ആലോചിച്ച് നോക്കാം. ആമേൻ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ വരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൈവം തീരുമാനിച്ച് നൽകുന്ന വരമാണ്. പക്ഷെ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ദൈവം നമ്മളിൽ ഈ പറഞ്ഞ ഫലങ്ങളെല്ലാം ദൈവം ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. ആമേൻ. സോ ജീസസ് ഡിഡ് നോട്ട് കോൾ us to watch him as a spectator but to be like him. അതായത് യേശുവിനെ നമ്മളൊരു കാഴ്ചക്കാരനെ പോലെ യേശുവിനെ കാണാൻ വേണ്ടി യേശുവിന്റെ അടുക്കൽ വരാനായിട്ടല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. വി ആർ കോൾഡ് ടു ബി ലൈക്ക് ഹിം. യേശുവിനെ പോലെ ആയിത്തീരുവാനാണ് നമ്മളെ യേശു വിളിച്ചിരിക്കുന്നത്. ആമേൻ. So it becomes absolutely possible when the Holy Spirit leads us and takes control over us. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങനെ യേശുവിനെ പോലെ നമുക്ക് ആയിത്തീരാനായിട്ട് സാധിക്കും. ആമേൻ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഫലം കായ്ക്കേണ്ടത്? യോഹന്നാൻ 15:8 വീണ്ടും പറയുന്നു, ദിസ് ഈസ് ടു മൈ ഫാദേഴ്സ് ഗ്ലോറി ദാറ്റ് യു ബെയർ മച്ച് ഫ്രൂട്ട്, ഷോയിങ് യുവർ സെൽഫ് ടു ബി മൈ ഡിസൈപ്പിൾസ്. അപ്പൊ 2 കാരണത്താലാണ്
നമ്മൾ ഇതുപോലെ ഫലം കായ്ക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മൾ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ഫലം കായ്ക്കണം. രണ്ടാമത്തെ കാര്യം, ഇതിലൂടെയാണ് നമ്മൾ ഒരു ശിഷ്യനെന്ന് മറ്റുള്ളവർ അറിയുന്നത്. ആമേൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് വരും, നമുക്ക് മറ്റുള്ളവർക്ക് സാക്ഷികളായി തീരാൻ സാധിക്കും. യേശുവിനാൽ എന്ത് സാധ്യമാണ്, ഒരു സാധാരണ മനുഷ്യനെ എങ്ങനെ അസാധാരണ വ്യക്തിയാക്കി യേശുവിനാൽ എന്ത് സാധിക്കും എന്നുള്ളത്. അതിനെക്കുറിച്ച് മത്തായി 5 നമുക്കറിയാം, വായിക്കുന്നില്ല. നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, അല്ലേ? അങ്ങനെ മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പൊ ഈ പറഞ്ഞ ഫലങ്ങൾ നമ്മൾ ഉണ്ടാവുമ്പോൾ, അതായത് പരിശുദ്ധാത്മാവിന്റെ ഫലത്താൽ നമ്മൾ നിറഞ്ഞവരായി തീരുമ്പോൾ, യേശുവിന്റെ സ്വഭാവത്താൽ നമ്മൾ നിറഞ്ഞവരായി തീരുമ്പോൾ എന്ത് പറ്റും? മറ്റുള്ളവർ നമ്മുടെ ജീവിതം കണ്ട് നമ്മളെ സ്തുതിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഇതൊരു മനുഷ്യനാൽ അസാധ്യമായ രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് കാണുമ്പോൾ അത് ദൈവത്താൽ മാത്രമാണ് സാധിക്കുന്നത് എന്നുള്ള ഓർമ്മ വരുമ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കും. അപ്പൊ ദൈവ മഹത്വത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ ഫലം കായ്ക്കേണ്ടത്. ആമേൻ. സോ ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് സാധിച്ചത്. സോ ഒരു കാര്യം പലപ്പോഴും പറയാറുണ്ട്, പീപ്പിൾ മേ നോട്ട് കം ടു ചർച്ച് ഓർ റീഡ് ദ ബൈബിൾ ബട്ട് ദേ സീ യുവർ ലൈഫ്. പല ആൾക്കാരും ബൈബിൾ വായിക്കുകയോ അല്ലെങ്കിൽ ചർച്ചിൽ വരികയോ ചെയ്തെന്ന് വരത്തില്ല. പക്ഷെ നമ്മൾ എവിടെയാണെങ്കിലും, ജോലി സ്ഥലത്തോ മറ്റു പല സ്ഥലങ്ങളിലും നമ്മുടെ ജീവിതം ആൾക്കാർ വായിക്കുന്നുണ്ട്. ആമേൻ. സോ അവർ ലൈഫ് ഷുഡ് ബി എ മെസ്സേജ് ദാറ്റ് വിൽ ഇൻസ്പയർ പീപ്പിൾ ടു നോ ജീസസ്. അപ്പം നമ്മുടെ ജീവിതം ഇപ്പം ഈ പറഞ്ഞ പോലെ ഫലം കായ്ക്കുന്ന രീതിയിലായി തീരുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം കണ്ട് ആൾക്കാർക്ക് ദൈവത്തിലേക്ക് വരാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമായി തീരാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഫലം നമ്മളിൽ ഉണ്ടാവേണ്ടത്. ആമേൻ. So let us be led by the Holy Spirit, brothers and sisters, and let His power be working in our lives. അതായത് യേശുവിനാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും തീരാം. പരിശുദ്ധാത്മാവിനാൽ ഭരിക്കപ്പെടുന്ന ഒരു മനസ്സും ജീവിതവും നമുക്കുണ്ടാകട്ടെ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഒരു കാര്യം അതിനുവേണ്ടി ചെയ്യേണ്ടത്, we have to admit the fact we are so weak and helpless and nothing good can come from us unless Holy Spirit works through us, and then we will see miraculous changes in our lives. അതായത് നമ്മൾ താഴ്മപ്പെട്ട ദൈവത്തോട് ഇന്ന് തന്നെ പ്രാർത്ഥിക്കുക, ദൈവമേ, എന്നാൽ ഒന്നും സാധ്യമല്ല, എന്നിൽ നിന്ന് ഒരു നന്മയും വരാൻ സാധ്യമല്ല, തിന്മ മാത്രമേ വരാൻ സാധിക്കുള്ളൂ, കാരണം ഞാൻ വെറും ജഡമാണ്. പക്ഷേ ദൈവമേ, ഈ ജഡികമായി എന്നെ മാറ്റി നിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ എന്നിൽ നിറച്ച്, പരിശുദ്ധാത്മാവിന്റെ വരത്താൽ ഫലങ്ങളാൽ നീ നിറച്ച് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. നന്മ നിറഞ്ഞവരാക്കി നമ്മളെ തീർക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യമായ കാര്യങ്ങൾ ദൈവം ചെയ്തു തരും. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും യേശുവിനെ പോലെ ആയിത്തീരാനായിട്ട് സാധിക്കും. ആമേൻ. സോ ടു ഗോഡ് ബി ദ ഗ്ലോറി. താങ്ക് യു വെരി മച്ച്.